ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സംശയങ്ങൾക്കുള്ള, വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് കേട്ടോ. അതായത് ഈ വിവാഹം നടക്കേണ്ടതിന് ജാതകം ചേരേണ്ടത് നിർബന്ധമാണോ? ജാതകവും ലോ ഓഫ് അട്രാക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിലൂടെ എങ്ങനെയാണ് നല്ലൊരു വിവാഹ ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയെ ആകർഷിച്ചെടുക്കുക എന്നിങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് കാണൂ കേട്ടോ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ജ്യോതിഷമൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛൻ ജ്യോതിഷമൊക്കെ പഠിച്ചിട്ട് അത്യാവശ്യം നോക്കിയിരുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പകാലം തുടങ്ങി, അതായത് ഏകദേശം ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തുടങ്ങി ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാനിതിന് മറുപടി പറയുന്നത്. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കോഴ്സ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനത് പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല കേട്ടോ, ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഞാനതിൽ ഭയങ്കര ഏറ്റവും പ്രഗത്ഭയായി, ഇനിയിപ്പോൾ അറിവിൻ്റെ കാര്യത്തിൽ ഞാനാണ് ഏറ്റവും വലുത്, അങ്ങനെയൊന്നും നമുക്ക് പറയാനേ പറ്റില്ല എന്നുള്ള സത്യം തിരിച്ചറിയണം എപ്പോഴാണെന്നറിയോ? പുതിയ പുതിയ അറിവുകൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. സീരിയസ്ലി നമ്മൾ ഒരു കാര്യം പഠിക്കാനായിട്ട് തുടങ്ങി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അതിൽ നിന്ന് പഠിക്കാനുള്ള അതിൻ്റെ ഓരോ ഏടുകളെന്ന് പറയണത് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഓരോ അറിവ് നമുക്ക് കിട്ടുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരമൊക്കെ പോകുന്നതും നമ്മളിലുള്ള അന്ധവിശ്വാസങ്ങളെല്ലാം അകലുന്നതും. അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിവാഹം നടക്കേണ്ടതിന് ജാതകം ചേരേണ്ടത് നിർബന്ധമാണോ എന്നുള്ളതാണ്. എന്താ ഈ ജാതകം എന്ന് പറയുന്നത്? അതായത് ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത്, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന, ഈ ഭൂമിയിലേക്ക് വരുന്ന ആ ടൈം എന്ന് പറയുന്നത്, ആ സമയത്തുള്ള നമ്മുടെ പ്രപഞ്ചത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും പൊസിഷൻ വെച്ചുകൊണ്ട്, ഗ്രഹനില വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ഓരോ ദശാകാലങ്ങള്, അതായത് ഫ്രം ബർത്ത് ടിൽ ദ എൻഡ്. ഈ എൻഡ് എന്ന് പറയുന്നത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. എന്നിരുന്നാലും ഒരു ശരാശരി മനുഷ്യ ആയുസ് കണക്കാക്കിക്കൊണ്ടുള്ള വിവിധ ദശാകാലങ്ങളെയും, അതായത് നമ്മൾ റൂട്ട് മാപ്പ് എന്ന് പറയില്ലേ, നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി ഇതാ ഇങ്ങനെ ആയിരിക്കും എന്ന ഒരു പ്രഡിക്ഷനാണ് ജാതകം എന്ന് പറയുന്നത്. അപ്പോൾ ജാതകം നോക്കേണ്ട നിർബന്ധമാണോ എന്നുള്ളതിന് ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതൊക്കെ നമ്മുടെ തന്നെ ഒരു ഉൾക്കണ്ണ് തുറന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒന്ന്, ആരാണ് പറഞ്ഞല്ലോ, നമ്മുടെ ജന്മസമയം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ജാതകമെല്ലാം കുറിക്കുന്നത്. ആരാണ് ഈ ജന്മസമയം പറയുന്നത്? ഇപ്പോഴത്തെ കാര്യത്തിലെല്ലാം ഹോസ്പിറ്റലില് ഡോക്ടർമാരാണ്. അത് നോർമൽ ഡെലിവറി ആയിരുന്നാലും സി സെക്ഷൻ ആയിരുന്നാലും എല്ലാം ഡോക്ടർ പറയും, ഇതാണ് നിങ്ങൾ ജനിച്ച സമയം, ഈ കുട്ടി ജനിച്ച സമയം എന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ ഒരു ടാഗ് പോലെ അതിനകത്ത് എഴുതി കുറിച്ചു വിടും. ഈ ടൈമാണ് നമ്മൾ പറയുന്നത്. കുറേ വർഷങ്ങൾ ബാക്കിലേക്ക് നമുക്ക് പോകാം. നമ്മുടെയൊക്കെ മുത്തശ്ശന്മാര് ഒക്കെ ജനിച്ചിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് അന്ന് ഹോസ്പിറ്റലിലൊന്നും പോയിട്ടല്ല, വീടുകളിൽ തന്നെ അന്ന് വയറ്റാട്ടി പറയുന്ന ഒരു സമയം ഏകദേശം കണക്കാക്കിക്കൊണ്ട് പറയും. ഇനി എത്രയോ പേർക്ക് ഇപ്പോഴും അവർ ജനിച്ച ദിവസം, അതായത് ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പൊ ആധാറൊക്കെ എടുക്കേണ്ട കാര്യങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഊഹിച്ച് വെറുതെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പറയുക. ഓക്കെ, അപ്പൊ അങ്ങനെ ജനിച്ച സമയം പോലും അറിയില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ അവർക്കൊന്നും ജാതകം എന്ന് പറയണത് ഇല്ല, അവര് ജാതകം എഴുതിച്ചിട്ടുണ്ടാവില്ല അല്ലെ. ഇനി അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് ഈ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉള്ള ഒന്നാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആദ്യം. എന്ന് വെച്ചാൽ ഇത് നിർബന്ധമായിട്ട് ഇത് പാലിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ജാതകം എഴുതിക്കേണ്ടത്, ഇത് നോക്കേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണോ, നെസസറി ആയിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കേവലം വിശ്വാസം എന്ന് പറയുന്ന ഒരു ചരടിലൂടെ മാത്രം നീങ്ങുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. കാര്യം ആസ്ട്രോളജി, ജ്യോതിഷം എന്ന് പറയുന്നത് വലിയ ഒരു സബ്ജക്റ്റ് ആണ്. പല യൂണിവേഴ്സിറ്റികളും അത് പഠനം നടത്തുകയും അതിൽ ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അതൊരു ശാസ്ത്രശാഖയാണോ എന്നുള്ളതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നുണ്ടോ? കാരണം ഒരു ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലെ. അതായത് ഇപ്പോ ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതല്ല, ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പൊ സ്പേസിൽ പോയിട്ട് ആളുകൾ സേഫ് ആയിട്ട് ഇവിടെ തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു അല്ലെ. നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അപ്പോൾ അതേപോലെ ഇനി ഒരു 10-20 അല്ലെങ്കിൽ 30 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ അമേരിക്കയിലൊക്കെ പോയിട്ട് വിസിറ്റിംഗ് വിസയിൽ പോയി കണ്ടുവരുന്നത് പോലെയാകും മറ്റ് ഗ്രഹങ്ങളിലേക്ക് മനുഷ്യവാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടേക്ക് പോയി വരുന്നതൊക്കെ പ്രാപ്യമാകുന്ന ഒരു കാലം വരും. അതാണ് ശാസ്ത്രത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. പക്ഷെ ജ്യോതിഷത്തിന് അങ്ങനെ ഒരു വളർച്ചയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. ഇപ്പൊ ഭൂമി കറങ്ങുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്ട് അല്ലേ? അത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും, നമ്മൾ കേരളത്തിൽ നിന്നാലും കേരളത്തിന് പുറത്തൊരു സ്റ്റേറ്റിൽ പോയി നിന്നാലും ഇന്ത്യക്ക് പുറത്ത് പോയാലും എവിടെ ചെന്നാലും ഭൂമി കറങ്ങുന്നു എന്നുള്ളത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫാക്റ്റ് ആണത്. ഓക്കെ. അതേപോലെ മനുഷ്യന് ഹൃദയം ഇടിക്കുമ്പോൾ മാത്രമാണ്, ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ജീവനോടെ ഇരിക്കുന്നത് എന്നുള്ള ഇറ്റ്സ് എ ഫാക്ട്. അത് മനുഷ്യനായിട്ടുള്ളത് എവിടെയും, മനുഷ്യജന്മം എന്ന് പറയുന്നതിന് എവിടെയും ഈ ഹൃദയം എന്ന് പറയുന്നത്, മനുഷ്യൻ മാത്രമല്ല കേട്ടോ, എല്ലാ ജീവികൾക്കും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതും ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ജാതകം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും മറ്റേത് രാജ്യങ്ങളിലും ലോകത്ത് എവിടെ ചെന്നാലും ഇത് ഫോളോ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് വരും. പക്ഷെ അങ്ങനെ ഉണ്ടോന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഇല്ല അല്ലെ? എന്തിന്? ഇനി അതിൽ തന്നെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയില് ഇത്രയും സംസ്ഥാനങ്ങളുള്ളതിൽ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്ത്, അതും 90% 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു 90 ആളുകള് ഹിന്ദുക്കളായിരിക്കും വിവാഹം എത്തുമ്പോൾ ജാതകം നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ബാധകമല്ലാത്തത്? അതാണ് പറയണത്, ഇത് നെസസറി എന്ന് പറയാൻ പറ്റില്ല, വിശ്വാസമാണ് ഇതിന്റെ ബേസ് എന്ന് പറയണത്. ഇപ്പൊ ഒക്കെ ക്രിസ്ത്യൻസും നോക്കുന്നുണ്ടാവുമായിരിക്കും കേട്ടോ. പക്ഷെ 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 90 പേരും ആരാണ്? ഹിന്ദുക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് ഫോളോ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണോ ഈ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ? ഇനി അതിൽ തന്നെ സെക്കൻഡ്, അതിൽ തന്നെ ഉണ്ടല്ലോ ലവ് മാരേജ് ആണെങ്കിൽ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, ലവ് മാരേജ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ജ്യോത്സ്യം പറയും, ഇതിപ്പോ ഞങ്ങൾ നോക്കിയിട്ട് ചേർന്നില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചേക്കുന്നതാണല്ലേ? അതെ. എന്നാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം മനപ്പൊരുത്തത്തെക്കാൾ വലിയൊരു പൊരുത്തം ഇല്ല എന്ന് അവരും പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇതിന്റെ പ്രസക്തി എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഓക്കെ, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ മാത്രം ഇത് നോക്കേണ്ടതും, ലവ് മാരേജ് ആണ് എങ്കിൽ മനപ്പൊരുത്തമാണ് ഏറ്റവും വലുത്, അതിനേക്കാൾ വലുതൊന്നുമില്ല എന്ന് അവര് തന്നെ പറയുന്നത്. ഇനി അതുപോലെ ഒരു കാര്യമാണ്, എന്താ പറയുന്നേ, ഈ വിവാഹം വരുമ്പോൾ നമ്മൾ പൊരുത്തം നോക്കാനായിട്ട് ചെല്ലുമ്പോൾ 10ൽ 10 പൊരുത്തമുള്ള ആളുകളും എത്രയോ പേര് അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ ആയിട്ട് ഡിവോഴ്സിന്റെ വക്കിലോളം എത്തി നിൽക്കുന്ന പല ഫാമിലീസും ഉണ്ട്. ഈ ജാതകങ്ങൾ തമ്മിൽ ചേരുകയേയില്ല. മാക്സിമം പോയ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷട്ടോ അതിലപ്പുറത്തേക്ക് ഈ ബന്ധം മുമ്പോട്ട് പോവില്ല. ഒന്നെങ്കിൽ അവര് അടിച്ചു പിരിയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കൊരു മൃത്യു സംഭവിക്കുമെന്ന് പറയുന്ന ജാതകങ്ങള് 30-40 വർഷം ദാമ്പത്യം പിന്നിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജയറാം പാർവതി പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ജാതകം നോക്കിച്ചപ്പോ മാക്സിമം 1 ഇയറിലപ്പുറം ഇവര് മുമ്പോട്ട് പോകില്ല എന്ന് വിധി എഴുതിയത്രേ. ഇപ്പോഴും അവര് അല്ലേ, ഇനിയിപ്പോ ഗ്രാൻഡ് പേരൻസ് ആകേണ്ട കാര്യമേ ഉള്ളൂ. മക്കളുടെ ഒക്കെ വിവാഹവും കഴിഞ്ഞ് നല്ല രീതിയിൽ അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് പറയുന്നത്. ഇതിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം? ഇവിടെ വിശ്വാസം എന്ന് പറയുന്നതും നമ്മുടെ ചിന്താഗതികൾ എന്താണോ അതാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. ജാതകമല്ല ഒരാളുടെ വിധിയെ നിർണയിക്കുന്നത്. ജാതകത്തിലുള്ള ദശാസന്ധി കാലങ്ങളും ഓരോരോ കാലഘട്ടങ്ങൾ മാറി അടുത്തത് വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലറിയാം ഇനി വരാൻ പോകുന്നത് നല്ല സമയമാണെന്ന് എൻ്റെ ജാതകത്തിലുണ്ട്, ഇനി വരാൻ പോകുന്നത് വളരെ മോശപ്പെട്ട ഒരു സമയമാണെന്ന് എൻ്റെ ജാതകത്തിലുണ്ട്. ഈ വിശ്വാസവും ഈ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന 1500 വർഷങ്ങളുടെ ഒരു പഴക്കം മാത്രമാണെന്നാണ് പറയുന്നത് ജാതകം എന്ന് പറയുന്നതിനൊക്കെ. അപ്പൊ അതിനേക്കാൾ മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഒരു വ്യക്തി ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ആ വ്യക്തിയുടെ ജനന സമയമെന്ന് പറയുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ആ വ്യക്തി മീൻസ് ആ ഒരു കുഞ്ഞു വാവയിൽ ഒരു സോൾ, ആത്മാവ് പ്രവേശിക്കുന്ന ഒരു ടൈമുണ്ട്.
അതാണ് അതിന്റെ ഭ്രൂണാവസ്ഥ എന്ന് പറയുന്നത്. അതായത് അമ്മ പോലും തിരിച്ചറിയുന്നില്ല സ്വന്തം ശരീരത്തിൽ എപ്പോഴാണ് ഈ ജീവൻ മുട്ടിട്ടത് എന്ന്. അതും കഴിഞ്ഞ ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് സ്വന്തം എന്താ പറയുക നമ്മൾ പോലും, അതായത് അമ്മ തന്നെ തിരിച്ചറിയുന്നത് എൻ്റെ വയറ്റിൽ ഒരു ജീവൻ വളരുന്നു എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ശരിക്കും പറഞ്ഞാൽ അതാണ് ആ സോൾ എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നതിന് അപ്പോൾ വേറെ ഷേപ്പ് കാര്യങ്ങളൊന്നുമില്ല. ആണാണോ പെണ്ണാണോ നമുക്ക് തിരിച്ചറിയില്ല. ഒരു ജീവൻ എന്ന് പറയുന്നത് പ്രവേശിച്ചു കഴിഞ്ഞു. ആ സോൾ എന്ന് പറയുന്നതാണ് കർമ്മ എന്ന് പറയും. ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മൾ പോലീസ്, പട്ടാളം, ജയില് അല്ലെങ്കിൽ ശിക്ഷ ഇതൊന്നും അല്ല. ഇതിനേക്കാളും വലിയ കാര്യമാണ് കർമ്മ എന്ന് പറയുന്നത്. നമ്മുടെ മുൻജന്മങ്ങളിൽ ഉണ്ടായിരുന്ന ഓരോ പ്രവൃത്തികളും അതിന്റെ ഫലവും ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിൽ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ശരീരത്തില്, അത് മനുഷ്യ ശരീരമാകാം, പുഴുവാകാം, പറവയായിരിക്കാം, ഓക്കെ, അത് എന്തിലാണോ നമ്മൾ ചേക്കേറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കർമ്മ, അതാണ് ഡെസ്റ്റിനി ആയിട്ട് വരിക. അല്ലാതെ ജനിക്കുന്ന സമയം അതിന് ബന്ധമുള്ള കാര്യമല്ല. കാരണം ഭൂമിയിലേക്ക് വന്നു എന്നേ ഉള്ളൂ. അതിനേക്കാൾ മാസങ്ങൾക്ക് മുമ്പേ അവിടെ ഒരു ജീവൻ വന്നു. ആ ജീവൻ ഒരു ആത്മാവെന്ന് പറയണത് അതിൽ വന്നു. ആ ആത്മാവിന് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. വിവാഹത്തിന് ജാതകം നോക്കേണ്ടത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നും അല്ല. അത് വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജാതകവും ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആകെ ഉള്ള ഒരു ബന്ധം എന്താണെന്നറിയോ? ഇത് രണ്ടും പ്രവർത്തിക്കുന്നതിന്റെ കീ എന്ന് പറയില്ലേ, ആ കീ എന്ന് പറയുന്നത് വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം ചിന്തയാണ്. അതായത് നമ്മളിപ്പോ ഒരു പ്രശ്നം വരുമ്പോൾ സാധാരണ ഒരു ജ്യോത്സ്യന്റെ അടുത്തും അതുപോലെ ഒരു കൗൺസിലറുടെ അടുത്തും ഒക്കെ നമ്മൾ ചെല്ലുന്നത് എപ്പോഴാ? നല്ല ഹാപ്പി ആയിട്ടിരുന്നിട്ട് നമുക്കൊരു എന്താ പറയണ, ഒരു 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു അപ്രതീക്ഷിതമായിട്ട്, ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിരിക്കുമ്പോൾ എന്നാ ഇന്ന് പോയി ഒന്ന് പണിക്കിനെ കാണാം, അല്ലെങ്കിൽ ഇന്ന് പോയി ആ ജ്യോത്സ്യനെ ഒന്ന് കാണാം എന്ന് ആരെങ്കിലും ചിന്തിക്കുവോ? ഇല്ല അല്ലെ? നമുക്കൊരു കഷ്ടകാലം വരുമ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. കുറേ നാളായി ജോലിക്ക് ശ്രമിക്കുന്നു, ജോലി നടക്കുന്നില്ല. വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു, വിവാഹം നടക്കുന്നില്ല. എന്തിനും ഏതിനും തടസ്സങ്ങൾ. ഇങ്ങനെ വരുന്ന സമയത്ത് ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ നൽകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് എന്ന വിശ്വാസം നമുക്കുള്ളതിനാലാണ് ഒരു ജ്യോത്സ്യനെയോ ഒരു കൗൺസിലറെയോ ഒക്കെ നമ്മൾ പോയി കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉപബോധ മനസ്സിന്റെ വാതിലുകൾ തുറന്നിട്ട് അവരെന്ത് പറഞ്ഞാലും അത് അച്ചട്ടായിട്ട് നടക്കുമെന്ന 100% വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതിനു മുമ്പ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫലിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ വഴിപാട് കാര്യങ്ങൾ ചെയ്തപ്പോൾ അതെല്ലാം നടന്നിട്ടുണ്ട്. ഈ ഒരു വിശ്വാസമാണ് അതിന്റെ കീ എന്ന് പറയുന്നത്. ആ വിശ്വാസത്തോട് കൂടി നമ്മൾ അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഉപബോധ മനസ്സിലേക്ക് അതേപടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. ഈ ടൈമിൽ ഒരു ജ്യോത്സ്യൻ പറയുകയാണെന്നിരിക്കട്ടെ, ഉദാഹരണത്തിന് നിങ്ങൾ കുറേ നാളായി ജോലിക്ക് ശ്രമിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അപ്പം ആ ജ്യോത്സ്യന് നിങ്ങളുടെ ജാതകമൊക്കെ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾക്ക് അത്ര നല്ല സമയമൊന്നും അല്ല എന്നിരിക്കട്ടെ. പക്ഷെ ആള് പറയുകയാണ്, ഇതിലെന്താ കുഴപ്പം, യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പം നമ്മൾ പറയുകയാണ്, പക്ഷെ അങ്ങനെയല്ല, ഞാൻ 2 വർഷമായിട്ട് ഞാനത് ജോലിക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കാത്ത ആപ്ലിക്കേഷൻ ഇല്ല, പോവാത്ത ഇന്റർവ്യൂ ഇല്ല, എങ്ങനെയൊക്കെ പെർഫോം ചെയ്താലും എനിക്ക് കിട്ടുന്നില്ല, എന്തോ തടസ്സമുണ്ട്, ശരിക്കും ഒന്ന് നോക്കൂ എന്നൊക്കെ നമ്മൾ പറയുകയാണ്. പക്ഷെ ജ്യോത്സ്യൻ പറയുകയാണ്, ഒരു പ്രശ്നവും ഇല്ല, നിങ്ങളുടെ ചിന്ത മാത്രമാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം നിങ്ങൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യൂ, നിങ്ങൾ നന്നായിട്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയി നിങ്ങൾ പെർഫോം ചെയ്തോളൂ, ഞാൻ 100% ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ആ ജോലി കിട്ടിയിരിക്കും. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഏറ്റവും നല്ല സമയമാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ല ജോലിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ കേട്ട് ആൾക്കൊരു സന്തോഷം. കാരണം അത് വിശ്വാസം, ആ വിശ്വാസം അതിലേക്ക് വന്നു. പറഞ്ഞത് ആരാ? ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യോത്സ്യനാണ്. എല്ലാ കാര്യങ്ങളും ആള് പറയണത് നടന്നിട്ടേ ഉള്ളൂ. ആ വിശ്വാസത്തിന്റെ പുറത്ത് അത് കേട്ട് നമ്മൾ ഫീസ് അല്ലെങ്കിൽ ദക്ഷിണ കൊടുക്കാൻ നേരത്തെ ആള് പറയുകയാണ്, വേണ്ട, ഞാൻ ഇപ്പൊ അത് വാങ്ങുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും അടുത്ത മാസം ജോലി കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പൊ അത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സാലറി ഉള്ളൊരു ജോലിയാണ് കിട്ടുന്നതെന്നും എനിക്കറിയാം. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ സന്തോഷത്തിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്ക് തന്നാൽ മതി എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ജ്യോത്സ്യന്മാരുണ്ട് നമ്മുടെ നാട്ടില്. പക്ഷെ പലരും എന്താ ചെയ്യുന്നത്? നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ആളുകൾക്ക് ഒരു കഷ്ടകാലം വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒട്ടുമിക്കവരും ഡോക്ടർമാരും അല്ലെങ്കിൽ ഈ പറയുന്ന
എന്താ പറയുന്ന ജ്യോതിഷന്മാരും ഒക്കെ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവരുടെ അന്നം ഇവർക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. പ്രശ്നങ്ങളില്ല, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് എന്താ കാര്യം, ഇവരുടെ റോൾ എന്താണ് അല്ലേ? അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ സെൽഫ് മോട്ടിവേറ്റേഴ്സും അതുപോലെ തന്നെ നമ്മൾ സ്വയം ഒരു കൗൺസിലറായി മാറണം. നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. ഇതെന്റെ ചിന്തകളുടെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ തീരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, ഈ പറയുന്ന ജ്യോത്സ്യന്മാരുടെയോ കൗൺസിലേഴ്സിന്റെയോ ഒന്നും റോൾ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഇവിടെ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല, ജ്യോതിഷം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഓരോ വ്യക്തിയും സ്വയം ഒരു ജ്യോത്സ്യനും സ്വയം ഒരു കൗൺസിലറുമായി തീരാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുള്ളൂ. ഇതൊക്കെ നമ്മൾ തന്നെ ഇപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങൾ വന്നില്ലേ? അപ്പോൾ ഇതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഇനി ഫുൾ നെഗറ്റീവായിട്ടാണ് പറയണമെങ്കിലോ എന്തുകൊണ്ട് ഈ ചില കാര്യങ്ങൾ അതേപോലെ ഫലിക്കുന്നു എന്ന് പറയാൻ കാരണം, ഇപ്പം എന്താണ് ആ ജ്യോത്സ്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ നോക്കിയിട്ട് പറയാണ്, ഇത്ര മോശം സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന എന്തോ ഒരു ശകലം ഭാഗ്യമുള്ളതുകൊണ്ട് മാത്രം നിങ്ങളിപ്പോൾ ഇവിടെ വന്നു പെട്ടതാണ്. ഇപ്പൊ വിവാഹത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്, അടുത്ത 1 വർഷത്തേക്ക് നോക്കണ്ട, വിവാഹം നടക്കില്ല, കഴിപ്പിച്ചാൽ രണ്ടാമതൊരു വിവാഹത്തിന് യോഗം ഉണ്ടായിരിക്കും, അതുകൊണ്ട് 1 വർഷത്തേക്ക് അതേക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കറിയാം അടുത്ത 1 വർഷത്തേക്ക് ചിന്തിക്കേണ്ട. അപ്പൊ തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, എന്റെ വിവാഹം അടുത്ത 1 വർഷത്തേക്ക് നടക്കാൻ പോകുന്നില്ല, അത് അയാൾ അച്ചിട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി 1 ഇയർ കഴിഞ്ഞ് നോക്കിയാൽ മതി. ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുകയുള്ളൂ അല്ലേ? അതുപോലെ തന്നെ ചില വഴിപാടുകളെ കാര്യങ്ങളെ കുറിച്ച് വരും. എന്തുകൊണ്ട് ഈ വഴിപാടൊക്കെ ഫലിക്കുന്നത്? യഥാർത്ഥത്തിൽ ദൈവവും ഒരു വ്യക്തിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയൂ. ഇവിടെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങും ഇൻഡയറക്റ്റ് മാർക്കറ്റിങ്ങും പോലെയാണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ കമ്പനി നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ് അല്ലെ. ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ആവുമ്പോൾ ഇടനിലക്കാർ ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ദൈവം എന്ന് പറയുന്ന ശക്തി, യൂണിവേഴ്സൽ പവർ, നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ ഒരു ഇന്റർമീഡിയറിയുടെ ആവശ്യകത ഇല്ല. കാരണം നമ്മളെക്കാൾ എത്രയോ ഭംഗിയായിട്ട് വേറൊരാൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും എൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും എൻ്റെ നല്ലതാണെങ്കിലും അത് ഞാൻ ഷെയർ ചെയ്യുന്ന പോലെ വരില്ല ഞാൻ വേറൊരാളുടെ അടുത്ത് പറഞ്ഞ് അവരെ കൊണ്ട് അത് പറയിപ്പിക്കുമ്പോൾ. അപ്പൊ അത് നിങ്ങൾ വിചാരിക്കുക, പലപ്പോഴും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അമ്പലങ്ങളായാലും ഒട്ടുമിക്ക ആരാധനാലയങ്ങളാണെങ്കിലും ബിസിനസ് കേന്ദ്രമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളെയും അല്ലെങ്കിൽ അമിത ഭക്തി അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പൊ സ്വയം ചിന്തിക്കൂ, കൂടുതൽ വായിക്കൂ, അറിയൂ, നമ്മുടെ മനസ്സിന്റെ ഉൾക്കണ്ണ് തുറന്നു പിടിക്കൂ. കാരണം ഇത് 2025 കഴിഞ്ഞു. ഇനിയും നമ്മൾ കണ്ണ് തുറന്നിട്ടില്ല എങ്കിൽ ഇനിയും പലതരത്തിലുള്ള തട്ടിപ്പ്. ഇത് പറയുമ്പോൾ എല്ലാ ജ്യോത്സ്യന്മാരും അല്ലെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്നതേ തട്ടിപ്പാണെന്നല്ല ഞാൻ ഈ പറയുന്നത്, നെവർ. കാരണം ജ്യോതിഷം എന്ന് പറയുന്നത്, ആസ്ട്രോളജി എന്ന് പറയുന്നത് അത്രയും കടല് പോലെയുള്ളൊരു സബ്ജക്റ്റാണ്. അത് കേവലം 1 ഇയർ 2 ഇയർ ഡിപ്ലോമ കൊണ്ടൊന്നും നേടിയെടുത്തിട്ട് അതിൽ ഞാൻ ഏറ്റവും പ്രഗത്ഭനാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടിരുന്നിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ കാലം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങൾ നമ്മൾ അതിൽ നടത്തുമ്പോൾ, കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങും എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. അതുപോലെ തന്നെ ഓരോ ജ്യോത്സ്യന്മാരും നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടാകാം. പക്ഷെ മിക്കവരും ചെയ്യുന്ന നെഗറ്റീവാണ് കൊടുക്കുന്നത്. നെഗറ്റീവ് കൊടുത്ത് പേടിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് വഴിപാടുകൾ ചെയ്യിപ്പിച്ച്, ഈ വഴിപാട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് ഫലിക്കുന്നതും ഫലിക്കാതിരിക്കുന്നതും. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഏലസോ കാര്യങ്ങളോ കിട്ടിയാൽ വിവാഹം നടക്കും എന്ന് പറയുമ്പോൾ അത് നിങ്ങളിൽ അത്രയും വിശ്വാസമുണ്ട്. ആ ഒരു ഏലസ് ഞാൻ ധരിച്ചാൽ എൻ്റെ വിവാഹം നടക്കുന്നുള്ള 100% വിശ്വാസവും നിങ്ങളുടെ ചിന്തകളും എന്താണ്, വാട്ട് യു തിങ്ക്, അതാണ് ആയിത്തീരുന്നത്, അതാണ് റിയാലിറ്റി ആയിത്തീരുന്നത്. ഇപ്പൊ നിങ്ങൾ ആ ഒരു ഏലസ് ധരിക്കുമ്പോഴും നിങ്ങൾ 100% വിശ്വസിക്കുകയാണ് ഇതൊക്കെ എവിടെ നടക്കാൻ പോകുന്നു, ഇതൊന്നും ഒരു കാര്യവും ഇല്ല, ഇത് സംഭവിക്കില്ല എന്നുള്ളത് എനിക്ക് 100% അറിയാം എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് ചിന്തിച്ചു നോക്കിയാൽ നടക്കില്ല. ആ ഏലസ് നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വിവാഹം എന്ന് പറയുന്നത് നടക്കില്ല. അപ്പൊ എന്താ ഇവിടെ പ്രവർത്തിക്കുന്നത്? ഏത് വഴിപാടുകളുടെ പിന്നിലും പ്രവർത്തിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ വിശ്വാസമാണ്. ആ വഴിപാട് ചെയ്താൽ അത് നടക്കും.
അവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് വേണ്ടി ആ വഴിപാട് ചെയ്തു തരുന്ന വ്യക്തി നന്നായിട്ട് അത് ചെയ്യുന്നു. അത് ചെയ്യുന്നതിൻ്റെ ആ കർമ്മത്തിന്റെ ഫലമായിട്ട് എനിക്കത് സംഭവിക്കും എന്ന് 100% വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ ഒപ്പം നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായി മാറുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷനും ജാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏക ബന്ധം ഇത് രണ്ടും വിശ്വാസത്തിലാണ്. ഇത് രണ്ടും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എന്താ തന്നെയാണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി ആ ചിന്തകളാണ് അവിടെ റിയാലിറ്റി ആയി തീരുന്നത് എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് നല്ലൊരു വിവാഹ ബന്ധം അല്ലെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയെ ആകർഷിച്ചെടുക്കാനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ആദ്യം പറയട്ടെ. വിവാഹമല്ല ജീവിതത്തിന്റെ എല്ലാം എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. വിവാഹം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ആണ്. ലൈഫ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയില് അത് ഷെയർ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പങ്കാളിയെ, ഇപ്പം നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ പാർട്ട്നേഴ്സിനെ നമ്മൾ വെക്കില്ലേ, അതേപോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയിൽ അത് ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ ആ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റിൽ ആ രണ്ട് പേര് തമ്മിലുള്ള പൊരുത്തം എന്ന് പറയുന്നത്, അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്ക് ആവുക എന്ന് പറയില്ലേ. ഇപ്പൊ നമ്മൾ പറയില്ലേ നല്ല സുഹൃത്തുക്കളായി മാറുക, ഭാര്യ ഭർത്താവ് എന്നുള്ള ഒരു പൊസിഷൻ വിട്ട് ലൈഫിലുടനീളം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ബീങ് എ ഗുഡ് ഫ്രണ്ട്, അതാണ് ഏറ്റവും അതിന്റെ മെയിൻ ആയിട്ട് വരിക. തിരിച്ച് ഭാര്യയും അങ്ങനെ തന്നെ മാക്സിമം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലകൊള്ളാൻ നോക്കുക. വിവാഹം എന്ന് പറയുന്നതിലേക്ക് കാലെടുത്ത് കുത്തും മുമ്പ് ഏതൊരു പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വന്തം നിലയിൽ ജീവിക്കാൻ തക്കവണ്ണം സ്വന്തമായിട്ടൊരു ഇൻകം ഏൺ ചെയ്യാനായിട്ട് ആദ്യം പ്രാപ്തരാവുക. കാരണം നമുക്കൊരിക്കലും വിവാഹം കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി തുടങ്ങി നോക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരാളിലേക്ക് റെസ്പോൺസിബിലിറ്റി വലിച്ചെറിയാനുള്ളതല്ല. അവര് നോക്കട്ടെ, നോക്കിയാൽ നല്ലത്, ഓക്കെ. അതുപോലെ തന്നെ തിരിച്ചും ഭാര്യയുടെ വരുമാനം കണ്ടോ ഭാര്യയുടെ സ്വത്ത് കണ്ടിട്ടോ തിരിച്ചും കല്യാണം കഴിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ രണ്ട് പേരും എന്ന് പറയുന്നത് അവിടെ ഇൻഡിപെൻഡന്റ് ആണ്, രണ്ട് വ്യക്തികളാണ്, രണ്ട് ഫാമിലിയിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികളാണ്, രണ്ടു പേരും സ്വതന്ത്രരാണ്, രണ്ടു പേർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, രണ്ടുപേരും ആ അഭിപ്രായങ്ങളെ മാനിക്കുകയും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ ജീവിക്കുകയും ചെയ്യുന്നു. ആ ജീവിതം എന്ന് പറയുന്ന യാത്രയിൽ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അത്രയും നല്ല ഉറ്റ സുഹൃത്തായിട്ട് ആ പങ്കാളി മാറാനായിട്ട് ഇടയായി കഴിഞ്ഞാൽ അവിടെ ഒരു ജാതകത്തിന്റെയും ആവശ്യമില്ല. അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയും നിങ്ങളുടെ പെരുമാറ്റവും കൊണ്ട് സ്വർഗമാക്കി മാറ്റാൻ പറ്റും. ഏതൊരു വീടെന്ന് പറയുന്നതും ഒരു പെണ്ണ് വിചാരിച്ചാൽ അത് സ്വർഗമാക്കി മാറ്റാൻ തീർച്ചയായിട്ടും പറ്റും. പെണ്ണ് എന്ന് മാത്രമല്ല, പക്ഷെ സ്ത്രീ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക് ബോൺ ആണ് ഒരു ഫാമിലിയുടെ. ഓക്കെ, അപ്പോ നല്ലൊരു ജീവിത പങ്കാളിയെ ആകർഷിക്കാൻ ഇത് തന്നെ ചെയ്താൽ മതി. എന്ത്, നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റുക. ഇന്ന് വരെയുള്ള നിങ്ങൾ എന്തൊക്കെയാണോ അതേക്കുറിച്ച് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്, നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുന്ന രണ്ട് രീതിയിലുണ്ട്. അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിശ്വാസവുമുണ്ട്, സ്വയം രൂപപ്പെടുന്നതുമുണ്ട്. അപ്പൊ നമ്മൾ സന്ധ്യ ആയി കഴിഞ്ഞാൽ വിളക്ക് വെക്കുക, നാമം ജപിക്കുക, നാമം ജപിച്ചാലാണ് അത്താഴം തരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ സന്ധ്യയായി, വിളക്ക് വെക്കണം, നാമം ജപിക്കണം. ഇത് ചെറുപ്പം തുടങ്ങി അടിച്ചേൽപ്പിക്കപ്പെടുന്ന, നമ്മളിൽ ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന വിശ്വാസങ്ങളാണ്. ഇതുകൂടാതെ നമ്മൾ വളർന്ന് വലുതാവുമ്പോൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കും. അതൊരു വിശ്വാസമായിട്ട് ഫോം ചെയ്യപ്പെടും. അങ്ങനെ സ്വയം ഉരുത്തിരിഞ്ഞു വരുന്ന വിശ്വാസങ്ങളുമുണ്ട്. അപ്പൊ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ജാതകത്തിലോ അല്ലെങ്കിൽ ജാതകമല്ല നിങ്ങളുടെ ഡെസ്റ്റിനി കുറിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളും എങ്ങനെയാണോ സെൽഫ് ലവ് മാക്സിമം നിങ്ങൾ കൊടുക്കുക, അങ്ങനെ എല്ലായിടത്തും നിങ്ങളൊരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, നല്ല നല്ല ചിന്താഗതികളെ നട്ടുപിടിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, നെഗറ്റിവിറ്റിയെ റിമൂവ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മനോഹരമായിട്ടുള്ളൊരു ജീവിതം എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് എനിക്ക് ആ ഒരു ചോദ്യത്തിന്. പിന്നെ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനിലുള്ള പ്രാക്ടീസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ്, വിഷ്വലൈസേഷൻ ഏറ്റവും പവർഫുൾ ആണ്, അഫർമേഷൻ, അതെല്ലാം തന്നെ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ പറയപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ വിധി. നമ്മുടെ വിധി എന്ന് പറഞ്ഞിട്ട് അതെന്റെ വിധി എന്ന് പറഞ്ഞ് ആർക്കും പഴിക്കാൻ ഒരു കാര്യവുമില്ല. നമ്മുടെ ചിന്താഗതികൾ മാറുന്നിടത്തുനിന്ന് നമ്മുടെ വിധിയും മാറി തുടങ്ങും.
അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്നത്. ആ ചിന്തകൾ മനോഹരമാക്കുകയും പോസിറ്റീവ് ആക്കുകയും ഉറച്ച വിശ്വാസത്തോടു കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ മുന്നേറുകയും ചെയ്താൽ ഏറ്റവും നല്ലൊരു ലൈഫ് നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക്